ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അതെ, ഇതൊരു സ്പോഞ്ചാണ്. ഇത് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? ആ വെള്ളം മുഴുവനും ഈ സ്പോഞ്ച് അബ്സോർബ് ചെയ്യും അല്ലേ? ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനിവിടെ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? വെൽക്കം ബാക്ക് ടു എൻട്രി എലവേറ്റ് മോണ്ടസോറി. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു സ്പോഞ്ച് അത് വെള്ളത്തിലിട്ടാൽ ആ വെള്ളം ആ സ്പോഞ്ച് അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ മൈൻഡും. അവർ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം തന്നെ അവരിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൈൻഡിനെ ഡോക്ടർ മരിയ മോണ്ടസോറി അബ്സോർബൻ മൈൻഡ് എന്നാണ് പറയുന്നത്. 3 വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് അൺകോൺഷ്യസ് മൈൻഡും 3 മുതൽ 6 വരെയുള്ളവർക്ക് കോൺഷ്യസ് മൈൻഡുമാണ്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത് അവരറിയാതെയാണ്. ചുറ്റുമുള്ളതിൽ നിന്നും അവരെല്ലാം അബ്സോർബ് ചെയ്ത് പഠിക്കുന്നു. പക്ഷേ അവർ അതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്നാൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ളവർക്ക് കോൺഷ്യസ് മൈൻഡാണ്. അതായത് അവർക്ക് ചോയ്സസ് ഉണ്ടായിരിക്കും. അവർ കുറച്ചുകൂടി മനസ്സിലാക്കി പഠിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ കേരളത്തിലാവട്ടെ അല്ലെങ്കിൽ അമേരിക്കയിലാവട്ടെ ഭാഷ അറിയാതെയാണ് അവർ ജനിക്കുന്നത്. ബട്ട് അവർ വീട്ടിൽ നിന്ന് തന്നെ ആ ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നു. അതെ, അവരത് പഠിക്കുന്നത് ഡെയിലി ലൈഫിൽ അവരത് കേൾക്കുന്നത് കൊണ്ടാണ്. അവരത് നിങ്ങളിൽ നിന്നും അബ്സോർബ് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വാക്കുകളും കുഞ്ഞുങ്ങളിൽ പ്രതിഫലിക്കുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, തെറ്റ് ചെയ്താൽ സോറി പറയുന്നത്, വിഷ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചുറ്റുപാടിൽ നിന്നും നല്ലതും ചീത്തയുമായ എല്ലാം അബ്സോർബ് ചെയ്തേക്കാം. ഡോക്ടർ മരിയ മോണ്ടസോറി പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ കുട്ടികൾ വളരുന്നതും പഠിക്കുന്നതുമായ ചുറ്റുപാടിന് വലിയ പങ്കുണ്ടെന്നാണ്. ആ ചുറ്റുപാടിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന അറിവുകളാണ് നാളെ അവരെ നയിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കോടെ നമുക്ക് വീണ്ടും കാണാം.